ഇവളെ ഒരു വാടക വീട്ടിൽ വെച്ച് ഇവളെ ചുളുകെട്ട് ഇട്ട് കുറുക്കിലിടിക്കുകയും കഴുത്തിലിടിക്കുകയും പിന്നെ ചിറ കൊണ്ട് തലയിൽ ഇവിടെ അടിച്ച് ഇവിടെ ഒക്കെ പൊട്ടി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങൾ 4-5 പ്രാവശ്യം ഇവന്റെ പേരൊക്കെ നിയമ സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടും അവിടെ പോലീസിന്റെ ഒരു ഇതും അവിടെ അവക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇന്ന് രാവിലെ ഫോട്ടോ കുറെ നേരം ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് എന്റെ അമ്മമ്മ എന്റെ അമ്മ ഇവിടെ ചോദിക്കുന്നത്. ഞാൻ ഒരു വടിയെടുത്ത് പോന്ന അമ്മമ്മ വടിയെടുത്തപ്പോ ഞാൻ എന്റെ അമ്മയാണ് ഓർമ്മിക്കണം. അമ്മമ്മ എന്നെ ഒന്ന് ചെയ്യും. അതോടെ ഞാൻ താഴെ ഇട്ടു. നമസ്കാരം. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. അതായത് ഭർത്താവ് ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊന്നിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത. നമ്മൾ ആ സമയത്ത് തന്നെ ബിൻസിയുടെ വീട്ടിൽ പോവുകയും സാഹചര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോ എന്താണ് അവരുടെ വീട്ടിലെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് മദ്യവും മയക്കുമരുന്നും ലഹരികളും ഒക്കെ വലിയ വില്ലനാകുമ്പോൾ അവിടെ ചോദ്യചിഹ്നമായി മാറുന്ന ഒരുപാട് കുടുംബമുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അതേ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബിൻസിയുടെ വീട്ടിലും. കാരണം 2 മക്കളുണ്ട്. ഈ ഒരു വീട്ടിലെത്തുമ്പോൾ ആ സാഹചര്യം എന്താണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവും. അതായത് ഈ വീട് കണ്ടാൽ തന്നെ അറിയാം ഇവിടെ ബിൻസിയുടെ അമ്മയാണുള്ളത്. അമ്മ കഷ്ടപ്പെട്ടാണ് ഈ വീട്ടിൽ താമസിച്ചു വരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ 2 മക്കൾ കൂടെ ഈ വീട്ടിലേക്ക് വരുന്നത്. കാരണം ബിൻസി മരണപ്പെട്ടു, അതുപോലെ തന്നെ കുട്ടികളുടെ അച്ഛൻ ജയിലിലാണ്, അച്ഛനാണ് പ്രതി. ഈ ഒരു സാഹചര്യത്തിലാണ് മക്കളെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അമ്മയുടെ അവസ്ഥ. അവസ്ഥ മനസ്സിലാവും. എങ്കിൽ പോലും പ്രേക്ഷകർക്ക് വേണ്ടി കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ചാൽ എനിക്ക് കൊച്ചുങ്ങളെ നല്ലപോലെ വളർത്തി. എനിക്കിപ്പോ ഒരു വീടൊന്നുമില്ല, വസ്തു വീടൊന്നുമില്ല. എനിക്ക് ഈ പിള്ളേർ കയറി കിടക്കാനായിട്ട് എനിക്ക് ഒരു ചെറിയ വീട് സഹായിക്കണം. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. അതിൽ മൂത്ത മോളാണ് ഇപ്പൊ നഷ്ടപ്പെട്ടത്. അപ്പോൾ എനിക്ക് ഒരു ചെറിയ ഒരു വീട് എങ്ങനെ കിട്ടി? എൻ്റെ 2 മക്കളെ എൻ്റെ ഇളയ മോളെ അവിടെ നിർത്തി എനിക്ക് പിള്ളേർ കയറി കിടക്കാനൊരു ഇടം വേണം പറയാം. പിന്നെ അതുമാതിരി ഇവിടെ 2 ആഴ്ചക്ക് മുമ്പേ ഇതുപോലെ വിളിച്ചു പറഞ്ഞു, അമ്മ ഇതേപോലെ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഓണം വരെങ്കിൽ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുകയുള്ളൂ, എനിക്കിവിടെ പറ്റണില്ല, എന്നെ ഇങ്ങനെയാണ് എന്നെ മർദ്ദിക്കുന്നതും കത്തി കൊണ്ട് എന്നെ ഓട്ടിക്കണതും. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ നീ 2 മക്കളെ ഇവിടെ വിളിച്ചിട്ടുണ്ടോ, നിനക്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്ത് തരാം. അതമ്മ എനിക്ക് അങ്ങനെ പറ്റില്ല, എനിക്ക് ഇവിടെ നിന്ന് അത്രയും ദൂരം പോകാൻ പറ്റൂല, ഞാൻ എങ്ങനെയെങ്കിലും ഓണം വരെങ്കിലും ഞാൻ ഇവിടെ നിൽക്കും, എൻ്റെ മക്കളെ ഞാൻ എങ്ങനെയെങ്കിലും കഴിവത് നല്ലപോലെ പഠിപ്പിക്കും. ഈ മരിക്കണന്റെ അന്ന് ഞാൻ രാവിലെ എൻ്റെ മക്കളെ ഞാൻ വിളിച്ചപ്പം ചെറുകുട്ടിയാണ് ഫോൺ എടുത്തത്. അമ്മ എവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഉറങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളെ അമ്മയെ ഒരു കാര്യം പറയട്ടെ. അപ്പൊ അതിനു മുമ്പ് ഫോൺ കട്ടാക്കി. അപ്പൊ പിന്നീട് വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. അപ്പൊ പിന്നെ എന്താണ് യാതൊന്നും ഒന്നും അറിയാൻ വയ്യ. ഉച്ചയ്ക്ക് പിന്നെ എനിക്ക് ഫോൺ വിളിക്കാൻ സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോഴത്തേക്കാണ് ഞാൻ 3 മണിക്ക് എൻ്റെ മോള്, ഞാൻ ഹിൻഫ്രയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ മോള് 3 മണിക്ക് അവിടെ എന്റെ കമ്പനിയിൽ വന്നപ്പോ പറഞ്ഞ, അമ്മ ഇതുപോലെ ചേട്ട അമ്മയെ ചേച്ചിയെ വെട്ടി ഇതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ അറിയുന്നില്ല മോള് മരിച്ചൊന്നും ഒന്നും എൻ്റെ അടുത്ത് ആരും. അപ്പൊ അത്രയ്ക്ക് അവള് കഷ്ടപ്പെട്ടാണ് ഈ 2 കുട്ടികളെ വളർത്തുന്നതും. കല്യാണം കഴിഞ്ഞ 21 വയസ്സിലാണ് അവളെ വിവാഹം. അപ്പൊ അല്ലല്ല. അപ്പൊ മൂത്ത മോനെ ഗർഭിണി ആയിരുന്നപ്പോഴേ ഉള്ള സംഭവമാണ് ഈ അടിയും പ്രശ്നവും. ഇവളെ ഒരു വാടക വീട്ടിൽ വെച്ച് ഇവളെ ചുളുകെട്ട് ഇട്ട് കുറുക്കിലിടിക്കുകയും കഴുത്തിലിടിക്കുകയും പിന്നെ ചിറ കൊണ്ട് തലയിൽ ഇവിടെ അടിച്ച് ഇവിടെ ഒക്കെ പൊട്ടി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങൾ 4-5 പ്രാവശ്യം ഇവന്റെ പേരൊക്കെ നിയമ സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടും അവിടെ പോലീസിന്റെ ഒരു ഇതും അവിടെ അവക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ വീണ്ടും 2 ദിവസം നല്ലതായിട്ട് കഴിക്കും. ഇവൻ കുടിക്കാൻ വേണ്ടി മാത്രമേ ജോലിക്ക് പോകും. അതായത് ഇവന് കിട്ടുന്ന പൈസ മദ്യം വാങ്ങിച്ചിട്ട് വന്ന് അടുത്ത വീട്ടിലൊരു ഒരു പയ്യനുണ്ട്. ആ പയ്യനായിട്ട് മദ്യം വെച്ചാണ് വീട്ടിൽ വന്ന് രാത്രി 12 മണിക്കും 11:30 മണിക്കും ബഹളവും. ഇതിനിടയ്ക്ക് ഇവിടെ കഴിഞ്ഞ ആഴ്ച രാത്രി ഒരു 11 മണിയായപ്പോഴ് മദ്യം വെച്ച് ഇവള് 2 പേരും കൂടെ അങ്ങോട്ട് ഇങ്ങനെ വഴക്കായി. അവളെ അടിച്ച് ഇവള് ഇറങ്ങി ഓടി ഒരു 12:30 മണിക്ക് പറഞ്ഞ, അമ്മ ഇതേപോലെ 12:30 മണിയായപ്പോ എന്നെ ഓടിച്ചത്. ഞാൻ ഇതേപോലെ ഓടി ഒരു കനാലിന്റെ അടുത്ത് പാലത്തിന്റെ അവിടെ നിന്നു. ആ പാലത്തിൽ നിന്ന് രാത്രി 12:30 മണിക്ക് എന്നെ പിടിച്ച് ഇത്ര വെള്ളത്തിൽ അങ്ങ് തള്ളിയിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എങ്ങനെ കയറി? അപ്പോൾ പറഞ്ഞു, അമ്മ അവിടെ ആ വള്ളിയിൽ പിടിച്ച് ഞാൻ എങ്ങനെ കയറി. പിറ്റേന്ന് ഞാൻ വിളിക്കും, മക്കളെ നീ പിള്ളേരെ കൊണ്ട് ഇവിടെ വരാൻ പറയുമ്പോൾ, അമ്മ എനിക്ക് പറ്റൂല, ഞാൻ ഏതായാലും ഓണം വരെ ഞാൻ പിടിച്ച് നിൽക്കും, എനിക്ക് പിള്ളേരെ നല്ല രീതിയിൽ വളർത്തണം, എന്നെ അന്വേഷിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അവളെ എപ്പോഴും അവൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഞാൻ ഓണം വരെ നിൽക്കുകയുള്ളൂ, ഞാൻ 2 മക്കളെയും കൊണ്ട് പോവുകയാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ടായിരിക്കും
അവൻ ഇങ്ങനൊക്കെ ചെയ്തത്. ഇയാള് ഇങ്ങനെ ഒരു പ്രശ്നക്കാരനായി മാറിയത് എപ്പോ മുതലാ? അതിന് മൂത്ത മോനെ ഗർഭിണിയായ 7 മാസം ഗർഭിണിയായതിനു ശേഷം അതുവരെ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. വരാൻ കാരണം ഗർഭിണിയായി എന്നുള്ളത്. അങ്ങനല്ല, ഇതേപോലെ അപ്പോഴും നമുക്ക് അറിയില്ലായിരുന്നു ഇവ മദ്യപാനിയാണെന്നോ ഒരു ജോലിക്ക് പോകാത്തതൊന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പൊ അടുത്ത നമ്മളിപ്പോ ഒരു വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അടുത്ത് തിരക്കുമല്ലോ. പയ്യന്റെ വീട്ടുകാരുടെ ചോദിക്കില്ല മറ്റേ സ്വാഭാവികനാണ്. ഇപ്പൊ നാട്ടുകാരെല്ലാം കുഴപ്പമില്ല, നല്ല പയ്യനാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് പിന്നെ എന്നിട്ട് ഒരു കാര്യം മിക്ക ദിവസം എൻ്റെ അടുത്ത് ഒന്നും വിളിച്ചു പറയില്ല. ഞാൻ അപ്പൊ ഇവക്ക് ഓരോന്ന് ഇവളെ ചെയ്ത് ഇവക്ക് സഹിക്കാൻ വരുമ്പോഴാണ് ഇവള് ഓരോന്ന് എൻ്റെ അടുത്ത് വിളിച്ചു പറയണത്. അപ്പോഴൊക്കെ ഞങ്ങൾ സഹോദരനും ഞങ്ങളെല്ലാം എൻ്റെ മോള് ഞങ്ങളെല്ലാവരും ഞങ്ങളവിടെ പോയി അവൻ്റെ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു അവരെ കാര്യമൊന്നും നമുക്കറിയണ്ട. അവനെ ഞങ്ങൾ കൈ ഒടിഞ്ഞു വെച്ചാൽ അവരെ ചീത്ത വിളിക്കുകയും അടിക്കാനൊക്കെ ഓടിക്കൊണ്ടൊക്കെ ചെല്ലും. അപ്പൊ അവർ നല്ല വീടായിരുന്നു. അവരവിടുന്ന് അവരെ ഇറക്കി വിട്ടുവരെ നിങ്ങൾക്ക് അങ്ങനെ ഞാൻ കുറച്ച് 2 സെന്റ് വസ്തു വാങ്ങിത്തരാം, അതിൽ നിങ്ങൾ വീട് അവിടെ വെച്ച് താമസിക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ വന്നതിന് ശേഷം മോക്കിപ്പോ ഒരു ചെറിയ ഹരിതകർമ്മ സേനയിൽ ഒരു ജോലി കിട്ടി. ഈ ജോലി കിട്ടിയപ്പോൾ ഇവന്റെ കൂട്ടുകാരന്മാരെല്ലാരും ഇവന്റെ അടുത്ത് എപ്പോഴും പറയുന്നത് നീ എന്തിനു നിന്റെ ഭാര്യ ജോലിക്ക് വിടുന്ന, നിനക്ക് നീ പറഞ്ഞ നിന്റെ ഭാര്യ കേൾക്കൂലേ, അവള് പൈസ ഉണ്ടാക്കി നിനക്കാണ് തരണം എന്ന് പറഞ്ഞ് ഇവനെ കളിയാക്കും. അപ്പൊ ഇവൻ വിചാരിച്ച് ഇവളെ ഞാൻ ജോലിക്ക് വിട്ടുന്നുണ്ടല്ലേ എന്നെ എല്ലാരും കളിയാക്കും. അപ്പൊ ഇവളുടെ ജോലിക്ക് പോകാതിരിക്കും. അവള് പറയും എനിക്ക് ഈ ജോലി ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ജോലിയാണ്, എനിക്ക് 2 മക്കളെ പഠിക്കണം, നിങ്ങൾ ജോലിക്ക് പോയി എൻ്റെ മക്കളെ നോക്കുന്നില്ല. രാവിലെ പിള്ളേർക്ക് ആകാറില്ല. മിക്ക ദിവസവും എൻ്റെ കൂടെ വിളിച്ചു പറയും അമ്മ ഞാൻ പിള്ളേർക്ക് കാപ്പിക്ക് പോകാൻ ഞാൻ വെച്ചു കൊടുക്കണ പയറും കഞ്ഞിയും. മിക്ക ദിവസവും എൻ്റെ അടുത്ത് എൻ്റെ മോള് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ നീ ഇങ്ങി വാ. ഇല്ലമ്മ എനിക്ക് വരാൻ പറ്റൂല, ഞാൻ ഞാൻ ഓണം വരെ ഇവിടെ നിൽക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം കൊച്ച് വീണ്ടും അമ്മ നമ്മള് വീട്ടിലെ 2 ദിവസം ഇവിടെ എന്റെ സഹോദരന്റെ വീട്ടിൽ ഇവിടെ വന്നു. ഇവിടെ വരുമ്പോ എല്ലാവരുടെ നല്ല സ്നേഹവും കാര്യമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാണ് ഇവരുടെ സ്വഭാവം മാറുന്നത്. ഇവിടെ വന്ന് നിന്നിട്ട് പറഞ്ഞു അമ്മ ഞങ്ങൾ ഇവിടെ വീണ്ടും ബഹളം, എന്നെ അടിക്കാൻ വെട്ടാ ഓട്ടിക്കുന്നത്. ഞാൻ പറഞ്ഞു മക്കളെ നീ എന്ത് ധൈര്യത്തിലാണ് നീ അവിടെ കിടക്കുന്നത്. അപ്പൊ അവള് എപ്പോഴും പറയും അമ്മ എപ്പോഴായിരുന്നാലും ഇവന്റെ കൈ കൊണ്ട് തന്നെ എന്റെ മരണം, ഞാൻ അത് 2ഉം കൽപ്പിച്ച് തന്നെ നടക്കണമെന്ന് പറഞ്ഞു ഇത് എപ്പോഴും എൻ്റെ പറയും. പിന്നെ മൂത്ത മോന്റെ ബർത്ത്ഡേ ആയിരുന്നപ്പോൾ ഞാനും എൻ്റെ മക്കളെ എല്ലാരും കൂടെ പോയി. അപ്പോഴൊക്കെ ചെന്നപ്പോഴും എൻ്റെ അടുത്ത് വലിയ കാര്യം ആന്റി പിന്നെ മാമ എല്ലാരെയും വിളിച്ച് സ്നേഹിച്ചു എല്ലാം ചെയ്ത് നമ്മളെല്ലാം ഇങ്ങ് പോകുന്നതിന് ശേഷം വീണ്ടും രാത്രി അവൻ മദ്യവെച്ച് വന്ന് അവളെ അടിക്കും വിഭവങ്ങള്. പിറ്റേന്ന് 3-ന്റെ ഞാനും ഇവരെല്ലാരും കൂടെ അവിടെ പോയപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മാമ ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ അത് ഇങ്ങനെ അവൻ ഒഴിഞ്ഞു മാറി. അപ്പൊ ഇപ്പൊ ഇത് സംഭവിച്ചെന്നോ അന്ന് മരിക്കണന്റെ അന്ന് രാവിലെ ഞാൻ ഇവിടെ വിളിക്കുകയാണ് മക്കളെ. ഇത് ഇവരെ വിളിച്ചപ്പോ ചെറുക്കൻ പറഞ്ഞു അമ്മ ഉറങ്ങുകയാണ്. ഞാൻ പറഞ്ഞു മക്കളെ അമ്മ ഉറങ്ങും. പക്ഷെ ഞാൻ ഇപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മയെ വെട്ടിയ കാര്യമൊന്നും അമ്മയുടെ അടുത്ത് പറയണ്ടെന്ന്. ഇങ്ങനെ വെട്ടി എന്നുള്ളത് അറിഞ്ഞായിരുന്നു? കുഞ്ഞ് ആദ്യം അറിഞ്ഞില്ല, അവൻ ഉറങ്ങിക്കിടക്കുന്നെന്നാണ് ആദ്യം നമ്മുടെ അടുത്ത് പറയുന്നത്. പക്ഷെ ഇപ്പം പറയുന്നു അവൻ കണ്ടെന്നാണ് അവൻ പറയണത്. ഇപ്പൊ ഇന്ന് രാവിലെ ഫോട്ടോ കുറെ നേരം ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് എന്റെ അമ്മമ്മ എന്റെ അമ്മയുടെ ചോദിക്കണം. മൂത്തവൻ ഇളയ കൊച്ചിന് അത്ര എന്നാലും അവന് ചോദിക്കണം. ഇതന്ന് തന്നെ ഞാൻ ഒരു വടിയെടുത്ത് പോന്ന അമ്മമ്മ വടിയെടുത്തപ്പോ ഞാൻ എന്റെ അമ്മയാണ് ഓർമ്മിക്കണം. അമ്മമ്മ എന്നെ ഒന്ന് ചെയ്യും, അതോടെ ഞാൻ താഴെ ഇട്ടു. പിള്ളേർക്ക് അമ്മയെ കാണാത്തുണ്ടുള്ള ഇതായിരിക്കും കൊച്ചുങ്ങള്. പിന്നെ ഈ കൊച്ചു പിള്ളേരല്ലേ, പിന്നെ അവർക്ക് ഞാൻ പറഞ്ഞു അവർക്ക് ഈ മക്കളെ 2 പേര് ഇപ്പൊ ഞാൻ ഈ സാറിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഈ വീട്ടിൽ എങ്ങനെ കഴിയും? നല്ല അടച്ചുറപ്പുള്ള വീടില്ല. ഇളയ ഈ പറയുന്നത് പോലെ ഇയാള് ബിൻസി എന്നോട് ജോലിക്ക് പോരുതെന്ന് പറയുന്നു. അപ്പോ അതിന് മുമ്പ് ബിൻസി ജോലിക്ക് പോകുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇല്ല ഞാൻ പറഞ്ഞില്ല അപ്പോഴേയുള്ള വഴക്ക് തന്നെ അവിടെ ദേഹോപദ്രവവും ഇതുപോലെ ചിരവെട്ട് അടിക്കുകയും കുറുക്കില് ചുടുകട്ട ഇടിക്കുകയും എല്ലാം നമ്മൾ അപ്പോഴപ്പോഴും അവള് വിളിച്ച് പറയും. നമ്മള് ചിലപ്പോ നമുക്ക് ഞായറാഴ്ച ദിവസം ഞങ്ങൾ അവിടെ പോകുമ്പോ അവിടെ ചെന്ന് അവന്റെ പറഞ്ഞ് മനസ്സിലാക്കി തരും മാമ ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂല ഇങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ് സോൾവ് ആക്കിയിട്ട് ഇങ്ങി പോരുമ്പോ വീണ്ടും രാത്രി മദ്യവെച്ചിട്ട് വന്നു. ഇതാണ് പ്രശ്നം അവിടെ.